വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച തുടങ്ങും. 50 വീടുകളിൽ കൂടുതൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കാണുന്നത്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് വയനാട് ദുരന്തത്തിൽപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സന്നദ്ധത അറിയിച്ചവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നൊരു കൂടിക്കാഴ്ച തുടങ്ങുകയാണ്. എപ്പോഴാണ് ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുക? പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയിൽ ഉൾപ്പെടുത്തുക? അതിര ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ, ഈ വർഷത്തെ ആദ്യത്തെ ദിവസം തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി ഒരുങ്ങുകയാണ്. അത് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ആളുകളുമായാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. കർണാടകയിലെ ആളുകളടക്കം, കർണാടക മന്ത്രിസഭയിൽ നിന്നുള്ളവർ, പ്രതിനിധികളടക്കമുള്ളവർ ഇന്നുണ്ട്. 50-ലധികം വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞവരുമായാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനു മുൻപായി തന്നെ ഒരു പതിവായുള്ള ഒരു മന്ത്രിസഭ യോഗവും ഉണ്ടാവും. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്ര വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുള്ള കാര്യങ്ങൾ, സ്ഥലത്തിൽ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന്റെ സാധ്യതകൾ, അതോടൊപ്പം തന്നെ എത്ര ചിലവ് വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. സ്ഥലം ഏറ്റെടുപ്പ് കാര്യങ്ങളടക്കം ഇന്ന് ചർച്ചയുണ്ടാകും. അതിനുശേഷം തന്നെ എസ്റ്റേറ്റ് സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും. അതിനായി വേണ്ട ചിലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം നേരത്തെ തന്നെ ഈ വയനാട് ദുരന്തത്തെ വലിയ അത്രത്തോളം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനു ശേഷം തന്നെ അതിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വേണ്ട പണം എത്ര വേണമെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടാനുള്ള തീരുമാനം ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ ഏതായാലും 50 വീടുകളിലധികം നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം നൽകിയവരുമായാണ് ആദ്യഘട്ട ചർച്ച. അതിനുശേഷം വീണ്ടും മറ്റ് ചർച്ചകൾ ഉണ്ടാവും. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ നടപടി എടുക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഈ വർഷം ആദ്യം തന്നെ നിരവധി പേർക്ക് വീട് വെച്ച് നൽകാൻ, അതായത് 388 കുടുംബങ്ങളാണ് പട്ടികയിലുള്ളത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പുനരധിവാസം വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിര. ശരി വിഷ്ണു. തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്.